എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അവളാണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പില് നമ്മുടെ ഹീറോയുടെ മുഖം അത് പിടിച്ചു വലിക്കുകയാണ്. അവളാണ് 100% ഉറപ്പിക്കും നമ്മുടെ ഹീറോ അവനൊരു മനുഷ്യൻ തന്നെയാണ്. അവൾക്ക് കുറച്ച് പേടിയുണ്ട്, ടെൻഷനും ഉണ്ട്. അതേസമയം ഹീറോയ്ക്ക് അവന്റെ പ്രാണൻ നഷ്ടപ്പെട്ട അതേ ടെൻഷനിൽ അവളെ നോക്കും. ഞാൻ അവളെ ഇടിച്ചതിൽ അവൾക്ക് ഹേർട്ടായിട്ടുണ്ടാവോ, അതുകൊണ്ടായിരിക്കോ അവളിപ്പോ ദേഷ്യപ്പെട്ട് എന്നെ മുഖം പിടിച്ചു വലിക്കണേന്നൊക്കെ ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് അവളെ തന്നെ നോക്കും. ഇവിടെ അവളാണെങ്കിൽ അവളുടെ പപ്പയെ കുറിച്ച് ചിന്തിക്കും. എന്റെ പപ്പ നാഷണൽ സെക്യൂരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവനെ പിടിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ എല്ലാം സേഫ് ആയിരിക്കും, ഡീമൺസിന് പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ആ സമയം ഹീറോ ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് ചോദിക്കും, എന്തു പറ്റി, ഞാൻ ഇടിച്ചപ്പോ നിങ്ങൾക്ക് വേദനിച്ചോ? ഹീറോ അവളുടെ കയ്യിൽ തൊടേണ്ട താമസം അവള് വീണ്ടും പ്രണയപരവശയായിട്ട് അങ്ങനെ നാണമൊക്കെ വന്ന് നമ്മർ ശിരസ്കായിട്ട് നിൽക്കും. അവളാണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി ദൂരത്തേക്ക് അങ്ങനെ മാറ്റി പിടിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവളോട് സോറി പറയും. അത് കേട്ട് അവളും തിരിച്ച് അവനോട് സോറി പറയാണ്. അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഞാൻ എന്താ ഈ പറയണേ, അവൻ പറയുന്നത് പോലെ ഞാൻ എന്തിനാ അവനോട് മാപ്പ് പറയണമെന്നൊക്കെ ചിന്തിച്ച് അവൾ ടെൻഷൻ ആവുമ്പോ പോക്കറ്റിലുണ്ടായിരുന്ന ആ ബുക്ക് അത് താഴേക്ക് വീഴാണ്. അവൾ ഇത് എടുക്കാൻ നോക്കും. പക്ഷെ അപ്പോഴേക്ക് ഹീറോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളുടെ കൈ തട്ടിത്തെറിപ്പിച്ച് ആ ബുക്ക് എടുക്കും. അത് വായിച്ചു നോക്കും. വാവ്, ഇത് ഫസ്റ്റ് ലവ് സ്റ്റോറി അല്ലേ, ആക്ച്വലി എനിക്ക് ഈ സ്റ്റോറി ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനത് വായിക്കാൻ തുടങ്ങും. ഈ ഒരു സ്റ്റോറി എഴുതുമ്പോൾ നമ്മുടെ ഹീറോ അവൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തൊക്കെ അവൻ ആലോചിക്കുകയാണ്. അതിനുശേഷം അവൻ ആ സ്റ്റോറി ഉച്ചത്തിൽ അവൾക്ക് വേണ്ടി വായിച്ചു കൊടുക്കും. അത് കേൾക്കും തോറും അവൾക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നും. അവളാണെങ്കിൽ അവനോട് ചോദിക്കും, നിന്നെ കൊണ്ട് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അതിനവൻ പറയും ഓ യെസ്, ഇതിനു മുൻപും ഞാൻ ഈ സ്റ്റോറി എന്റെ നാട്ടിൽ വെച്ച് വായിച്ചിട്ടുണ്ട്. അവളാണെങ്കിൽ അത്ഭുതപ്പെടും. അപ്പോഴായിരിക്കും നമ്മുടെ ചെക്കന് അവൻ പറഞ്ഞ മണ്ടത്തരത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുക. ഓ മൈ ഗോഡ്, ഞാനിത് പറഞ്ഞതുകൊണ്ട് ഞാൻ മനുഷ്യനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? പക്ഷെ അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അവൾ ആ സ്റ്റോറി അവനോട് വായിക്കാനായിട്ട് പറയും. ആക്ച്വലി അവള് കുറച്ചു മുൻപും ഇതിനു മുൻപും എല്ലാം തന്നെ ആ ഒരു സ്റ്റോറി അതിന്റെ ചിത്രങ്ങൾ നോക്കി മാത്രമാണ് മനസ്സിലാക്കിയത്. അവളാണെങ്കിൽ ഹീറോയുടെ കൈ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഹീറോ ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഹീറോ കരുതിയത് അവൾക്ക് അവൻ മനുഷ്യനാണെന്ന് മനസ്സിലായി അവനെ കടിച്ചു മുറിച്ച് തിന്നാൻ കൊണ്ടുപോവുകയാണെന്നാണ്. പക്ഷെ അവളാണെങ്കിൽ അവളുടെ റൂമിലേക്ക് വന്ന് അവളുടെ ചെയറിലിരിക്കും. അതിനുശേഷം അടുത്തുള്ള ഒരു ബഞ്ച് ഓഫ് ബുക്സ് അവന് കാണിച്ചു കൊടുത്ത് വായിക്കാനായിട്ട് പറയും. ഹീറോ ആ ബുക്കിലേക്ക് നോക്കും. അത് സാധാരണ ഹ്യൂമൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അത് അവർക്ക് വായിക്കാൻ കഴിയില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. ഞാനിത് വായിച്ച ഞാനൊരു ഹ്യൂമൻ ആണെന്ന് ഇവള് മനസ്സിലാക്കില്ലേ, സോ ഇത് വായിച്ച അത് വലിയ കുഴപ്പമാണ്, വായിച്ചില്ലെങ്കിലും കുഴപ്പമായിരിക്കും. അതേസമയം അവളാണെങ്കിൽ അവളെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എനിക്ക് ആ കഥയൊന്നും കേൾക്കാനല്ല, അവൻ മനുഷ്യനാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ ആ ബുക്ക് വായിക്കാൻ പറയുന്നത്. ആക്ച്വലി അവൾക്ക് അതിലെ സ്റ്റോറി അറിയാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് അവൾ യഥാർത്ഥത്തിൽ അവനെ നിർബന്ധിക്കുക. ഹീറോയ്ക്കാണെങ്കിൽ അവനോട് ആരെങ്കിലും എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ അത് ചെയ്തു കൊടുക്കാതിരിക്കാനായിട്ട് കഴിയില്ല. സോ അവൻ രണ്ട് കൽപ്പിച്ച് വേറെ വഴിയില്ലാതെ ആ ബുക്സ് അവൾക്ക് വായിച്ചു കൊടുക്കാൻ തുടങ്ങും. അവൻ ആ സ്റ്റോറി വായിക്കും തോറും അവൾക്ക് ആ സ്റ്റോറിയൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഓരോ സ്റ്റോറീസ് അവൾ മാറി മാറി അവനോട് വായിക്കാനായിട്ട് പറയും. സ്റ്റോറി മുഴുവൻ വായിച്ചു തീർക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടം. ഈ സ്റ്റോറി ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ, എനിക്ക് കുറച്ചുകൂടെ കേൾക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ആകെ വിഷമിച്ചിരിക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യും. ഗ്രാൻഡ് പാ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. അയ്യോ ഇല്ല, എനിക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകണം, ഗ്രാൻഡ് പാ ഒരുപാട് തവണ എന്നെ വിളിച്ചു കഴിഞ്ഞു, ഞാനിപ്പോ ഒത്തിരി ടൈം ലേറ്റായി. അതിനവളാണെങ്കിൽ അവന്റെ ഫോൺ പിടിച്ചു മേടിക്കും. അതിനുശേഷം അവളുടെ നമ്പർ അതിൽ സേവ് ചെയ്ത് അവന്റെ കയ്യിൽ കൊടുക്കും. ഇതിൽ ഞാൻ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എപ്പോഴൊക്കെ സ്റ്റോറീസ് കേൾക്കണം തോന്നുന്നോ അപ്പോഴൊക്കെ ഞാൻ നിന്നെ വിളിക്കും, നീ ഇവിടേക്ക് വന്ന് എനിക്കിത് വായിച്ചു തരണം. അതിന് ഹീറോയെ ഓക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവും. ഉടനെ അവൾ ടെററായിട്ട് ഹീറോയെ തന്നെ നോക്കുകയാണ്. അതെ, 100% ഉറപ്പാണ്, അവൻ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ എടുത്തു ചാടി ഞാൻ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല, ബുദ്ധിപരമായിട്ട് ആലോചിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നൈറ്റ് ആസിന്റെ മെസ്സേജ് വരും. മാസ്റ്റർ, നിങ്ങളെ സ്റ്റുഡന്റ് കൗൺസിലെ പ്രസിഡന്റ് കാണുമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ അവരെ മീറ്റ് ചെയ്തിരുന്നോ? അതിന് ഹീറോ അവൻ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം എല്ലാവരെ പോലെ അവനും റെഡിയായിട്ട് സ്കൂളിലേക്ക് പോവും. അത് കണ്ട ആ അസിസ്റ്റന്റ് പെണ്ണ് ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിനക്ക് ഇവിടെ താമസിക്കാനാണോ അതോ തിരികെ എന്റെ വേൾഡിലേക്ക് പോകാനാണോ ഇഷ്ടം? അവൻ ഒരു സെക്കൻഡ്
അവൻ്റെ വേൾഡിനെ കുറിച്ച് ചിന്തിക്കും. അവിടെയെല്ലാം അവന് കഷ്ടപ്പാടാണ്. അവൻ്റെ പാരൻസ് ആണെങ്കിൽ അവനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല. മാത്രമല്ല എപ്പോഴും അവന് കഠിനാധ്വാനം മാത്രമാണ്. പക്ഷെ ഇവിടെ അവന് സ്നേഹിക്കുന്ന ഒരു ഗ്രാൻഡ് പേ ഉണ്ട്, പഠിക്കാൻ സൗകര്യമുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നമ്മുടെ ആൾ കൺഫ്യൂസ്ഡ് ആവുന്നത് കണ്ട് അസിസ്റ്റന്റ് പെണ്ണ് അവളിപ്പോ അവനോട് പറയും, നിനക്ക് ഹ്യൂമൻ വേൾഡിലേക്കാണ് പോകാൻ ആഗ്രഹമെങ്കിൽ നീ ഗ്രാജുവേഷൻ എക്സാമിൽ ടോപ്പ് മാർക്ക് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ആ വേൾഡിലേക്കുള്ള ഡോറ് നിനക്ക് മുമ്പിൽ തുറന്നു വരും. കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സ്കൂളിലേക്ക് വരും. ഹീറോ കാര്യമായിട്ട് ചിന്തിക്കും, ഞാനിവിടെ വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. തിരികെ എൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോയാൽ ഇപ്പോഴുള്ള സന്തോഷമെല്ലാം എനിക്ക് നഷ്ടപ്പെടും. മാത്രമല്ല ഞാനിപ്പോൾ ഈ സ്കൂളിൽ ഭയങ്കര പോപ്പുലറാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ അതെൻ്റെ മേലെയായിരിക്കും. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. ടോപ്പ് റാങ്ക് എടുത്താലും എല്ലാവരുടെയും ചിന്തയും നോട്ടവും ഒക്കെ ഞാൻ തന്നെയായിരിക്കും. സോ ഒരു കാരണവശാലും ടോപ്പ് റാങ്ക് എടുക്കരുത്. അങ്ങനെ ഹീറോ ഇവിടെ കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സ്റ്റുഡൻറ് കൗൺസിൽ ഹെഡ് അവളാണെങ്കിൽ ഹീറോയെ ഇപ്പോൾ വിളിക്കണോ, അവനെ കൊണ്ട് ബാക്കി സ്റ്റോറീസ് അതോടെ വായിപ്പിക്കണോ എന്നിങ്ങനെ കാര്യമായിട്ടുള്ള ചിന്തയിലാണ്. ഇവിടെ ആസാണെങ്കിൽ അവൻ്റെ ഫുഡ് മുഴുവൻ ഹീറോയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഈ ഫുഡ് മുഴുവൻ നിങ്ങൾക്ക് കഴിക്കാം. അതിന് ഹീറോ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ തല താഴ്ത്തിയിരിക്കുകയാണ്. ആസ് ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുറച്ച് ദിവസമായിട്ട് മാസ്റ്റർ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അതിന് ഹീറോ ആണെങ്കിൽ അയ്യോ ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അവളുടെ മെസ്സേജ് വരും. ഹീറോ ആ മെസ്സേജ് വായിച്ച് ടെൻഷൻ ആവുകയാണ്. ഗായ്സ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. ആസിനാണെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ കൂടി വരികയാണ്. ജിമ്മൻ കാര്യം അന്വേഷിക്കും. അതിന് ആസ് പറയും, മാസ്റ്റർ ഈയിടെയായിട്ട് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, ഞങ്ങളെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, എവിടേക്കോ സീക്രട്ട് ആയിട്ട് പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, എന്താണ് മാസ്റ്ററിന്റെ പ്രശ്നമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ജിമ്മനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒരു ചിക്കൻ കാലൊക്കെ കടിച്ചു പറിച്ച് അവരോട് പറയും, അതിന് സൊല്യൂഷൻ വളരെ സിമ്പിൾ അല്ലേ, നിങ്ങളും അവനെ ഫോളോ ചെയ്യുക. അവൻ അറിയാതെ അവനെ ഫോളോ ചെയ്ത് അവൻ എന്താണ് ചെയ്യുന്നത്, ആരേക്കാണ് കാണുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങളുടെ പ്രശ്നം അത് സോൾവ് ആകും. അവനത് പറയേണ്ട താമസം നമ്മുടെ ആശാനും ആശാത്തിയും അവർ രണ്ടുപേരും ഹീറോയെ അന്വേഷിച്ച് പോവാണ്. മറ്റൊരു ഭാഗത്ത് സ്റ്റുഡൻറ് കൗൺസിൽ പ്രസിഡന്റ് അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ഒക്കെ തീർത്ത് ഇപ്പൊ ഹീറോയെ കാണാൻ ഒരു പ്രത്യേക ഭാഗത്തേക്ക് പോകും. അവൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, കുറച്ചു നേരത്തേക്ക് ഭയങ്കര ബിസി ആയിരിക്കും, എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, മാത്രമല്ല ആരും എന്നെ ഫോളോ ചെയ്ത് വരാനും പാടില്ല. ഇവിടെ ആസും നമ്മുടെ പെങ്കൊച്ചും അവർ രണ്ടുപേരും പരസ്പരം പറയും, നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നമ്മുടെ ഡ്രസ്സും കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു മാജിക്കൽ ഗ്ലാസും കപ്പട മീശയൊക്കെ അവർ വെക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഹീറോയുടെ അടുത്തേക്ക് അവൾ ഓടിക്കതച്ചെത്തി ഇപ്പൊ ഹീറോയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് അവരിപ്പോ കുശലമൊക്കെ പറയാനായിട്ട് തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആസും പച്ചമുടി പെണ്ണും അവരാണെങ്കിൽ അവർ സംസാരിക്കുന്നതൊക്കെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ആസ് പറയും, എനിക്ക് പിടികിട്ടി, മാസ്റ്ററിന്റെ പ്ലാൻ അത് മറ്റൊന്നുമല്ല, ഈ സ്കൂൾ അതിനെ മുഴുവനായിട്ടും ആളുടെ കൺട്രോൾ കൊണ്ടുവരാനാണ്. പച്ചമുടി പെണ്ണ് പറയും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ പോയി മാസ്റ്ററിനോട് സംസാരിക്കാന്ന് പറഞ്ഞ് അവൾ മുൻപോട്ടേക്ക് ഓടും. അതിന് ആസ് ആണെങ്കിൽ അവളെ പിടിച്ചു വെക്കും. എന്താ ഈ ചെയ്യണേ, ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ആ നിൽക്കുന്ന ലേഡി അത് സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് ആണ്. അവളുടെ കീഴിൽ ഒരുപാട് അതോറിറ്റിയും പവറും ഒക്കെ ഉണ്ട്. സോ ആദ്യം അവളെ പാട്ടിലാക്കി സ്റ്റുഡന്റ് കൗൺസിൽ അതിനെ തന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് മാസ്റ്റർ ശ്രമിക്കുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ഇപ്പൊ അടുത്ത 6th വോളിയം മുതൽ അവൾക്ക് ആ സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ വായിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. വായിക്കുന്നതിനിടയിൽ ഹീറോ അവളോട് ചോദിക്കും, നിന്റെ ലൈഫിൽ നിനക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം, ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിന് അവൾ അല്പനേരം ചിന്തിച്ചു പറയും, എനിക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യം ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നതിലാണ്. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും ഈ സ്കൂളിൽ പഠിച്ചതിനെ ഓർത്ത് അഭിമാനിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നിന്റെ ആഗ്രഹം എന്താണെന്ന് അവൾ ചോദിക്കും. അതിനവൻ പറയും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം. അത് കേട്ട് അവൾ ചിരിക്കും. അത് നിന്റെ ആഗ്രഹം, നിന്റെ ലക്ഷ്യം അതെന്താണ്? ആ ഒരു ചോദ്യം കേട്ട് നമ്മുടെ ചെക്കൻ അല്പനേരം പകച്ചു നിൽക്കും. അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ പുറത്ത് പച്ചമുടി പെണ്ണ് ക്ലാര ആസിന്റെ കൈ അതെങ്ങനെയെങ്കിലും വിടുവിപ്പിച്ച് അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ആസ് അവളെ വിടാതെ പിടിച്ചു വെക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.